നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് പോലീസ് പരിശോധനയ്ക്കിടെയുണ്ടായ നടപടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ഷിബുകുമാറും ഭാര്യ അഞ്ജന സുരേഷും കുഞ്ഞും കാറിൽ പോകവെ ബാലരാമപുരത്ത് വെച്ച് പോലീസ് ഇവരെ തടഞ്ഞു. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും 1500 രൂപ പിഴയൊടുക്കണമെന്നുമായിരുന്നു പോലീസിന്റെ ആവശ്യം. കയ്യിൽ 500 രൂപ മാത്രമുണ്ടായിരുന്ന ഷിബു അക്കാര്യം അറിയിച്ചെങ്കിലും പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. അമിത വേഗതയിൽ പോകുന്ന മറ്റു വാഹനങ്ങളെ എന്തുകൊണ്ട് തടയുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഷിബുകുമാറിനെ പോലീസ് മർദ്ദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന അഞ്ജന കുഞ്ഞിനെ കാറിൽ തനിച്ചാക്കി ഷിബുവിന്റെ അടുത്തേക്കെത്തി. പ്രകോപിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ കയറി കുട്ടിയുടെ കരച്ചിൽ പോലും കേൾക്കാതെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് ഡോർ അടയ്ക്കുകയായിരുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന് അതുവഴി വന്ന 2 സുഹൃത്തുക്കളിൽ നിന്നായി 1000 രൂപ സംഘടിപ്പിച്ചാണ് ഷിബുകുമാർ പിഴ അടച്ചത്. പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. അറപ്പില്ലാത്ത തെറി, മയമില്ലാത്ത ഇടി, രണ്ടിനും കാരണം വേണമെന്നില്ല. നാട്ടിലെ ഗുണ്ടയേക്കാൾ ഗുണ്ടയും ക്രൂരനുമാവണം പോലീസ്. പഴയ പോലീസ് ഇതായിരുന്നു. ഇന്ന് കേരള പോലീസ് ഏറെ മാറി. ജനങ്ങളെ പേടിപ്പിക്കേണ്ടവരല്ല, സംരക്ഷിക്കേണ്ടവരാണ് പോലീസ്. തെറിയും ഇടിയുമല്ല, മാന്യമായ പെരുമാറ്റമാണ് പുതിയ പോലീസിൻ്റെ അടയാളം. എന്നാൽ ഇപ്പോഴും കൊളോണിയൽ കുളിരിൽ ജീവിക്കുന്ന ചില പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. നാട്ടുകാരെ അടിക്കാനും പേടിപ്പിക്കാനും അധികാരമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ചില പുഴുക്കുത്തുകൾ. കൊല്ലത്ത് മീൻ കച്ചവടക്കാരിയുടെ ഉപജീവനക്കൊട്ട തട്ടിത്തെറിപ്പിച്ച പോലീസ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 3 വയസ്സുകാരിയെ കാറിൽ പൂട്ടിയിട്ട പോലീസ്. ഇവർ സേനയ്ക്കുണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കടിഞ്ഞാൻ വേണ്ടേ കാക്കിക്ക്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ആദ്യ പ്രേക്ഷകൻ എറണാകുളത്തു നിന്നുള്ള ബാബുവാണ്. ബാബുവിന് എന്തു തോന്നുന്നു? ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം പോലീസുകാർ മാറിക്കഴിഞ്ഞു. ലോകമാകമാനം പോലീസുകാർ ഭൂരിപക്ഷം രാജ്യങ്ങളിലും മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറുമ്പോഴും ചില പുഴുക്കുത്തുകൾ നിന്ന് കേരള പോലീസിനും കേരളത്തിനും നാണക്കേടുണ്ടാക്കുകയാണ്. ഈ പുഴുക്കുത്തുകളെ ഒഴിവാക്കേണ്ടതല്ലേ? സാറേ, ഇത് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് വൃത്തികേട് കാണിച്ചാലും തങ്ങൾ സംരക്ഷിതരാകുമെന്ന തോന്നൽ പോലീസ് വർഗത്തിനുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ തമ്മിൽ നോക്കൂ. മലപ്പുറം ജില്ലയില് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 17 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി. അവൻ ചെയ്യാത്ത കുറ്റത്തിന് 35 ദിവസം ജയിലിലിട്ടിരിക്കുകയായിരുന്നു. DNA ടെസ്റ്റ് നടത്തിക്കൊണ്ട് DNA ടെസ്റ്റ് നടത്തിയപ്പോൾ 36 ദിവസം കൊണ്ട് എന്റെ ഫലം വന്നു. പക്ഷെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ DNA ടെസ്റ്റ് നടത്താൻ കൊടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ റിസൾട്ട് വന്നില്ലല്ലോ സാറേ. അപ്പൊ ഈ ചെയ്തിരിക്കുന്നതെല്ലാം അതിനുശേഷം വൈകുന്നേരം റെജി ലൂക്കോസിനെയും എ റഹീമിനെ പോലെയുള്ള നമ്മുടെ വിഷയം അതല്ല. പോലീസിന്റെ കാര്യത്തിൽ താങ്കളുടെ വിമർശനം അംഗീകരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോഴിക്കോട് നിന്നുള്ള പ്രേംജിത്ത് ആണ്. പ്രേംജിത്തിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഹലോ പ്രേംജിത്ത് പറയൂ. അതായത് ഈ പോലീസ് ഭരണം കൈകാര്യം ചെയ്യുന്ന വളരെ പരിതാപകരമാണ് അവരെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എങ്ങനെയാണ് കൃത്യമായി പറയൂ. പോലീസിനുള്ള എല്ലാവർക്കും അനുഭവങ്ങൾ വളരെ മോശം അനുഭവങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ആളുകൾക്കും പല പല ബുദ്ധിമുട്ടുകൾ പോലീസിൽ നിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തക്കതായത് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസും കേരള പോലീസ് തന്നെയും കഴിഞ്ഞ ഒരു 10-40 വർഷം മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ 20 വർഷം മുമ്പുണ്ടായിരുന്ന പോലീസ് സംവിധാനമല്ല, ഇപ്പോൾ ജനസൗഹൃദ പോലീസ് സംവിധാനമൊക്കെയാണ് കേരളത്തിലുള്ളത്. പക്ഷെ അപ്പോഴും ചില പോലീസുകാർ ഇങ്ങനെ ആ സേനയ്ക്കാകെ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇവരെയാണ് മാറ്റേണ്ടതല്ലേ? എങ്ങനെയാണ്? പൊതു ജനമൈത്രി പോലീസ് പറയുന്നല്ലാണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും പോലീസ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോട്ടയത്തു നിന്നുള്ള അരുണാണ്. അരുണ് എന്ത് തോന്നുന്നു? നമ്മുടെ കേരള പോലീസിൽ ഇനിയും മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞോ? മാറ്റം സ്വയമേ വരേണ്ടതാണ്. അല്ലാണ്ട് നമ്മൾ എന്താ പറയാ, കൺട്രോളിങ് വേണം. പക്ഷെ ഇതിന്റെ പാർട്ടി ബേസിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മുഴുവൻ പാർട്ടി സഖാക്കന്മാർ ഞാൻ പറയില്ല, എല്ലാവരും അടുത്തുണ്ട്.
പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് ഇതിപ്പോ സമീപകാലത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. പോലീസുകാരുടെ പൊതുവായ രീതിക്ക് യോജിക്കാത്ത രീതിയിൽ ഈ അവസാനത്തെ വിഷയം തന്നെയാണെങ്കിൽ ഒരാളുടെ ഓവർ സ്പീഡ് ആണെന്ന് പറയുന്നു, 1500 രൂപ അടയ്ക്കണം എന്ന് പറയുന്നു. അയാളുടെ കയ്യിലപ്പോൾ പൈസയില്ല, 500 രൂപയേ ഉള്ളൂ. അത് മറ്റുള്ളവരെ എന്താണ് പിടിക്കാത്തതെന്ന് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ തിരിച്ച് ചോദ്യം ചോദിക്കുന്നവരെ സഹിക്കാൻ പറ്റാത്ത ചില, ഞങ്ങളോട് ആരാണ് നിങ്ങൾ സാധാരണക്കാർ ചോദിക്കാൻ എന്ന് തോന്നുന്ന ചില പോലീസുകാർ, അയാൾ ചെന്ന് ഈ കാറിൽ കയറി കുഞ്ഞു 3 വയസ്സുകാരി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ പോലും അതുപോലും മൈൻഡ് ചെയ്യാതെ കാറിൽ കയറി താക്കോലൂരി ഡോറടച്ച് പോവുകയാണ്. ആ ഒരു കാര്യം ഫണ്ട് കളക്ട് ചെയ്യാണ്ട് നമുക്ക് റെക്കോർഡ് തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു ഫണ്ട് കളക്ട് ചെയ്യാൻ ഇത്രയും കോടി നമുക്ക് വേണം എന്ന് അവർ റേസ് ചെയ്യുക. ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടി അവർ ഇറങ്ങുന്നത് പോലെ ഇപ്പം ക്രിമിനൽ കേസുകളും മറ്റു പിറ്റ് കേസുകളൊക്കെ സ്റ്റേഷനിൽ വരുന്ന കേസുകളൊന്നും അവർക്ക് എടുക്കാൻ സമയം കിട്ടുന്നില്ല. അവർക്ക് ഫണ്ട് റേസ് കൊടുത്തേ പറ്റൂ. 24 മണിക്കൂർ സമയത്തും കൊണ്ട് ഇത്ര കോടികളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി പോലീസിന് ഉണ്ടാകുന്നത് കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഇടപെടുന്നത് എന്നുള്ള അഭിപ്രായമാണ് കോട്ടയത്തു നിന്നുള്ള അരുണ്ടേത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജനാർദ്ദനൻ നായരാണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരള പോലീസിൽ ഇനിയിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞോ? തീർച്ചയായിട്ടും അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ സപ്പോർട്ടാണ് അവർക്ക്. ആഭ്യന്തര മൂപ്പരുടെ കയ്യിലാണല്ലോ. അപ്പൊ ആദ്യം വന്നിട്ട് പോലീസുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിനുള്ള ഓർഡേഴ്സ് പോകുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്. ഇത്തരം വിഷയങ്ങളൊന്നും ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിയോ മന്ത്രാലയമോ ഓർഡർ കൊടുത്തിട്ടാണോ ചില പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറുന്നത്? അതോ അവർക്ക് ശക്തമായ നടപടി അവർക്ക് നേരെ ഉണ്ടായാൽ ഇതിനെ മാറ്റാൻ കഴിയും? എങ്ങനെയാണ്? അങ്ങനെയാണ് അത് അവർക്ക് എന്താ പറയുക, ആഭ്യന്തരമന്ത്രി തന്നെ അത് അവർക്ക് ഓർഡർ കൊടുക്കുക എത്ര പൈസ കളക്ട് ആവണം. അപ്പൊ എന്ത് ചെയ്യും അവര്? ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, പത്തനംതിട്ടയിൽ നിന്നുള്ള ഷാജിയാണ്. ഷാജിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് എന്ന് പറയുന്നത് നല്ല ഇത് തന്നെയാണ്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു വേദനയായിട്ടാണ് തോന്നുന്നത്. പോലീസുകാർ ഇപ്പോഴും ചില പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ? അതെ അതെ തന്നെ, അത് തന്നെ അത് തന്നെ. അവരെ ശക്തമായ നടപടികൾ എടുക്കാത്തതാണോ? എന്താണ് അവരെ ഇത്തരത്തിൽ ഇപ്പോഴും പോലീസുകാർ പ്രവർത്തിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും ഇപ്പോൾ പഴയ പോലെയല്ല പോലീസിൽ വരുന്നത്. മഹാഭൂരിപക്ഷം പേരും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ ഉള്ളവരാണ് സാധാരണ പോലീസുകാരെ അടക്കം സിവിൽ പോലീസ് ഓഫീസർമാരെ അടക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഏറെ ഉയർന്നവരാണ്, പുതിയ കാലത്തിനൊത്ത് ചിന്തിക്കുന്നവരാണ്, മറ്റു വിഷയങ്ങളെല്ലാം ഇടപെടുന്നവരാണ്. ആ തരത്തിലേക്ക് വലിയ മാറ്റം പോലീസ് സേനയിൽ ആകെ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അത് കൂടുതലും ഈ പണത്തിന്റെ ഒരു വിഷയങ്ങളുണ്ടാവും. കാരണം കൂടുതലും ഈ കാശുള്ളവരോടായിരിക്കും കൂടുതലും അവരുടെ കൂടെ താല്പര്യം. ഒരു സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പട്ടാമ്പിയിൽ നിന്നുള്ള ദിലീപാണ്. ദിലീപിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം പറഞ്ഞിരുന്നു, വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സംസ്കാരം എന്ന് പറഞ്ഞ സാധനം കൂടി വേണം. ആദ്യം വേണ്ടത് അതാണ്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞ് പോലീസുകാർ പറയുന്ന കുറെ അസഭ്യ വാക്കുകളുണ്ട്. സാർ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരമേ പോലീസുകാർ നമ്മളെ സാധാരണ ആരെ കണ്ടാലും, വണ്ടിയുള്ള ആൾക്കാരെ കാണുക, ഡ്രൈവേഴ്സിനെ കാണുകയാണെങ്കിലും കുറെ അസഭ്യ വാക്കുകളൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അവരുടെ വീട്ടിലുള്ളിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലേ അവരൊക്കെ. ഒരു കുട്ടീനെ കാറിലിട്ട് പൂട്ടി പോകാന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ മോശമായൊരു കാര്യമാണ്. ഇപ്പോഴും അസഭ്യം പറയുന്ന ഈ 21ാം നൂറ്റാണ്ടിലും അസഭ്യം പറയുന്ന പോലീസുകാർ ഉണ്ട് എന്നുള്ള അഭിപ്രായമാണ് പട്ടാമ്പിൽ നിന്നുള്ള ദിലീപ് പ്രകടിപ്പിച്ചത്. അങ്ങനെയുള്ള ചില പോലീസുകാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള ബാബുവാണ്. ബാബുവിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? സാറേ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്നാന്നറിയോ? പറഞ്ഞോ. ഇത് പിന്നെ CPM പിണറായി വിജയന്റെ പോലീസ് അല്ല ഇത് ചെയ്യുന്നത്, CPM-ന്റെ പോലീസ് അല്ല ഇത് ചെയ്യുന്നത്. പറയൂ ബാബുവിന് പറയാം. CPM-ന്റെ പോലീസ് അല്ല ഇത് ചെയ്യുന്നത്. ഈ പോലീസ് സംഘടനയില് പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ സംഘടനയിൽപ്പെട്ട പോലീസുകാരും കൂടി ഇതിനകത്ത് മനഃപൂർവ്വം കേരള പോലീസിനെ മോശപ്പെടുത്താൻ വേണ്ടി എതിർ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെടുന്ന പോലീസുകാർ ചെയ്യുന്നതാണ് എന്നാണോ താങ്കളുടെ ആരോപണം? ഭരണപക്ഷത്തിൽ പെട്ടതല്ല, ഭരണപക്ഷത്തിൽ പെടാതെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പല സംഘടനയിൽപ്പെട്ട പോലീസ് പിന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പല ഉദ്യോഗസ്ഥന്മാർ പ്രതിപക്ഷത്തിന്റെ ഇത്, അതായത് ഭരണപക്ഷം കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൽ എല്ലാം പോവും. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കായംകുളത്തു നിന്നുള്ള രാജേഷാണ്. രാജേഷ് ഈ വിഷയമെല്ലാം കേട്ട് കാണുമല്ലോ. രാജേഷിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്?
ഈ പോലീസിനകത്ത് ഒരു 50% പോലീസുകാർ ഇതേ നിലപാടുള്ള ആളുകൾ, അവർക്കെതിരെ യാതൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴൊക്കെ ഉണ്ടോ? മുമ്പത്തെക്കാൾ ഏറെ മാറിയിട്ടില്ലേ അല്ലെ? 50% എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം പകുതി പോലീസുകാരും ഇത്തരം മോശക്കാരാണെന്ന് പറയേണ്ടി വരും. അത്രയേറെ ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയിലാണോ കേരളത്തിലെ പോലീസ്? സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾ മാറിയിരിക്കുക. സാധാരണക്കാരന്, സ്ത്രീകൾക്ക് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാ. ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണകാലത്തെ പോലീസ് നയമാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് താലിബാൻ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ചില പോലീസുകാരുടെ രീതി കണ്ടു കഴിഞ്ഞാൽ. ഇനിയും കേരളത്തിലെ പോലീസുകാർ ഏറെ മാറാനുണ്ട് എന്നുള്ള അഭിപ്രായമാണ് കായംകുളത്തു നിന്നുള്ള രാജേഷിൻ്റേത്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, മലപ്പുറത്തു നിന്നുള്ള ഹരിദാസാണ്. ഹരിദാസിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? അതെ, ഇതിൽ എന്താ സാഹചര്യം എന്നറിയോ? പറയൂ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളെ കോടതിയും സർക്കാരും സംരക്ഷിക്കും. ഞങ്ങൾക്കൊരു ഒരു സ്ഥലം മാറ്റവും ചന്തം കണ്ട് ഞങ്ങളെ രക്ഷിക്കും. ആ ഒരു മനോഭാവമാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ള ജോസഫാണ്. ജോസഫിന് മറ്റൊരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. കേരള പോലീസിൻ്റെയും കർണാടക പോലീസിൻ്റെയും എല്ലാം വ്യത്യാസമടക്കം മനസ്സിലാവുന്നതായിരിക്കും. കേരളത്തിലെ പോലീസിൽ ഏറെ മാറ്റമുണ്ട്, പക്ഷേ ഇപ്പോഴും ചില പുഴുക്കുത്തുകൾ ജീവിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിൽ. കേരളത്തിനും പോലീസിനും നാണക്കേടായിക്കൊണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലീസ് സേനയിലെ ഈ സ്റ്റേഷനിലേക്ക് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് മുഴുവൻ അവരെ ഈ യൂണിയനുകൾ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് ഗോഡ് ഫാദേഴ്സ് വഴി വരുന്ന അപ്പോയിന്റ്മെന്റുകളാണ് ഈ സ്റ്റേഷനുകളിൽ ഇരിക്കാൻ. അല്ലാത്തവരെ വിജിലൻസ് അങ്ങനെ നോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഇൻഫ്ലുവൻസ് ഇല്ലാത്തവരെ ഇവര് അതുകൊണ്ട് തന്നെ ഈ ഗോഡ് ഫാദേഴ്സ് ഇവർ എന്ത് കാണിച്ചാലും അവർ രക്ഷിക്കും. ഒന്ന്. നമ്പർ 2, ഈ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി തന്നെ ഇവർ കണവാനം പണം ചെലവഴിക്കുന്നുണ്ട്. വെറുതെ പോസ്റ്റ് ചെയ്ത് പോലീസ് നല്ല നല്ല സ്റ്റേഷനുകളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ എക്വലി കിട്ടുന്ന സ്റ്റേഷൻ, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഓഫീസർ നടക്കുന്ന സ്റ്റേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോലീസ്, എനിക്കിവിടെ പോലീസുമായിട്ട് കുറച്ച് കണക്ഷനുള്ള ആൾ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഇവര് ഈ ഗോഡ് ഫാദേഴ്സ് ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ എന്ത് കാണിച്ചാലും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ പണിഷ്മെന്റ് ആണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു പോലീസ് സേനയിൽ കയറുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും കാണിച്ചാലും അവരെല്ലാം സംരക്ഷിക്കാൻ ആളുണ്ട് എന്നതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നതെന്നാണ് അഭിപ്രായം. അത് മാത്രമല്ല ഈ കഴിഞ്ഞ കുറെ കാലത്തെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ചരിത്രം പോലീസിനെ നോക്കിയാൽ പോലീസ് സ്റ്റേഷനുള്ളിലെ മർഡർ പോലെ ഇതുപോലുള്ള റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വരെ ഉണ്ടായിട്ടും അവരുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് ഇവിടുത്തെ ഹോം മിനിസ്റ്റർ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല. ഇവർക്ക് തോന്നിയവാസം കാണിക്കാനുള്ള ഫുൾ അനുവാദം കൊടുത്തിരിക്കുകയാണ് അവര് അദ്ദേഹം. ശരി, അപ്പൊ കൊല്ലത്തു നിന്നുള്ള വിനീതാണ്. വിനീതിന് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? ഹലോ വിനീത് പറയൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലീസുകാർക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സിസ്റ്റത്തിലാണ് വലിയൊരു മാറ്റം ഉണ്ടാവേണ്ടത്. പ്രധാനമായിട്ടും പറയാം വിനീതിന് പറയാം. പ്രധാനമായിട്ടും ഇപ്പോ കണ്ടുവരുന്ന ഒരു രീതി, പോലീസുകാർക്കൊരു ടാർഗറ്റ് കൊടുത്ത് ഇപ്പോ മേലുദ്യോഗസ്ഥർ വിടുകയാണ്. മേലുദ്യോഗസ്ഥർ വിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാധാരണക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇൻഷുറൻസ് ഉണ്ടോ, ടാക്സ് ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ മുഴുവൻ പിഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെക്ക് ചെയ്യുന്ന ഈ കേരളത്തിലെ ഇപ്പൊ ചെക്ക് ചെയ്യുന്ന വാഹനം ഓടിക്കുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ പോലീസ് വാഹനങ്ങൾക്കും ഇൻഷുറൻസും പൊല്യൂഷനും ഇല്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ശരി, സർക്കാർ ടാർഗറ്റ് കൊടുത്ത് പോലീസിനെ കൊണ്ട് സാധാരണ ജനങ്ങളെ ഞെക്കിപ്പിഴിക്കുകയാണ് എന്നുള്ള അഭിപ്രായമാണ് കൊല്ലത്തു നിന്നുള്ള വിനീതിൻ്റെത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ആലപ്പുഴയിൽ നിന്നുള്ള ആനിയാണ്. ഈ വിഷയത്തിൽ ആനിക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ആനിയുടെ അപ്പനാണ് പറയുന്നത്. ഞാനൊരു 5-6 വർഷം ഞാൻ ഗൾഫിൽ നിന്നാണ്. നമ്മൾ 2 പോലീസുകാർ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ അവിടെ പറയുന്നത്, നമ്മൾ നേരെ കാണുമ്പോൾ സലാം അലൈക്കും എന്ന് പറയും, അലൈക്കും സലാം എന്ന് പറയും. നേരെ മറിച്ച് നമ്മുടെ ഇവിടുത്തെ പോലീസ് നമ്മൾ നേരെ നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ ഇവിടെ കണ്ടു കഴിഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ചേർത്തലയിൽ നിന്നുള്ള സിബിയാണ്. സിബി ഈ വിഷയം കണ്ടു കാണുമല്ലോ, എന്താണ് ഈ വിഷയത്തിൽ സിബിക്ക് പറയാനുള്ളത്? അതെ, നമ്മള് ഈ പോലീസുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മാനുഷികപരമായിട്ടുള്ള പെരുമാറ്റത്തിൽ അവരുടെ വളരെ വൈകല്യമാണ്. അവരുടെ ട്രെയിനിങ് സമയത്ത് പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ഒരു വലിയ മനുഷ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, മനുഷ്യന്റെ ഉള്ള് എങ്ങനെ അറിയാം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ട്രെയിനിങ് എന്ന ഭാഗത്ത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം. ഒരു മനുഷ്യനെ അവന്റെ ഹൃദയത്തെ തൊട്ട് അറിയാനായിട്ടുള്ള ഒരു ബോധം കൂടെ പോലീസുകാർക്ക് ഉണ്ടാക്കി കൊടുക്കണം.
അത് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന അവരിൽ പഠിപ്പിക്കുക കേരള പോലീസിന് ഇപ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ശരിയായ രീതിയിലുള്ള പരിശീലനം അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ആധുനിക പോലീസ് മാറേണ്ടത്, അത്തരത്തിലുള്ള പരിശീലനം കേരള പോലീസിന് നൽകി വേണം ഇതിനെ മാറ്റേണ്ടത് എന്ന അഭിപ്രായമാണ് ആലപ്പുഴയിൽ നിന്നുള്ള സിബിയുടേത്. ഇനിയൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. കടിഞ്ഞാൺ വേണ്ടേ കേരള പോലീസിന് എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഒരു തൃശ്ശൂരിൽ നിന്നുള്ള സുരേന്ദ്രനാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് SI കൂടിയാണ്. താങ്കൾക്ക് ഈ പോലീസ് സംവിധാനത്തെക്കുറിച്ചും എല്ലാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലടക്കം അറിയുന്ന ഒരാളാണ്. നല്ലൊരു ശതമാനം കേരള പോലീസ് മാറിയിട്ടും ഇപ്പോഴും മാറാതെ ചില പുഴുക്കുത്തുകൾ കേരള പോലീസിൽ നിൽപ്പുണ്ട്. ഇത് ഇനിയെങ്കിലും മാറ്റേണ്ടതല്ലേ? എവിടെയാണ് ഇത്തരം പിഴവുകൾ ഉണ്ടാവുന്നത്? സാറേ, ആദ്യമായിട്ട് ഞാൻ പറയട്ടെ സാറേ, ഈ പോലീസിന്റെ കാര്യങ്ങളുമായിട്ട് പ്രൈം ചർച്ചയിൽ ഇന്നലെ ചർച്ചകളുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പോലീസിലെ അടിത്തട്ടിലുള്ള ഒരാളെ ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. ഈ SP മാരെയും മറ്റുള്ള ആൾക്കാരെയും കൊണ്ടിരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവർ പറയുന്നതല്ല, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു SI മുതൽ ഉള്ള ആൾക്കാരെ ആ ചർച്ചയിൽ ഉൾപ്പെടുത്തുക. ഒന്ന്. രണ്ടാമത്തേല് ഈ ഒരു പോലീസുകാരെ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകള്, അതായത് മാധ്യമങ്ങള്, രാഷ്ട്രീയക്കാര്, മേലുദ്യോഗസ്ഥന്മാര്, പൊതുജനങ്ങള്, കോടതി, ഇവരുടെയൊക്കെ ഭയങ്കരമായ സമ്മർദ്ദത്തിലാണ് ഓരോ പോലീസുകാരനും ഇന്ന് സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മലപ്പുറത്ത് പോക്സോ കേസിലെ ഒരു പ്രതിയെ പരാതി കൊടുത്തു. പോക്സോ കേസിൽ അപ്പൊ തന്നെ പരാതി കൊടുത്തിട്ട് എടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ മാധ്യമങ്ങൾ വന്നു, എല്ലാവരും വന്നു, അതിന്റെ പിന്നാലെയായി. എന്നിട്ട് എന്തായി? ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നറിയോ? ആ ഉദ്യോഗസ്ഥന് സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസിൽ അത് വേഗം തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് ആ ഉദ്യോഗസ്ഥൻ ശഠിച്ചതിന്റെ ഫലമായിട്ടാണ് ആ റിസൾട്ട് എത്രയും പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ആ 35 ദിവസം ഒരു പ്രതിയല്ലാത്ത ഒരാളെ ജയിലിൽ അയക്കേണ്ട വന്നു. ആ ഉദ്യോഗസ്ഥന്റെ ഇത് നോക്കൂ. അപ്പോഴേക്കും പോക്സോ കേസിൽ ഒരു ഇത് എടുത്തില്ലെങ്കിൽ അപ്പോഴേക്കും പോലീസിന്റെ നെഞ്ഞത്ത് കയറാനും ഇതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സാമൂഹ്യ സംവിധാനത്തിന്റെ കുഴപ്പം കൊണ്ട് കൂടിയാണ് പോലീസ് ഇത്തരത്തിലാവുന്നത് എന്നുള്ള അഭിപ്രായമാണ് മുൻ പോലീസുകാരൻ കൂടിയായ തൃശ്ശൂരിൽ നിന്നുള്ള സുരേന്ദ്രന്റെ. ഒരു സെക്കൻഡ് കൂടി പറയൂ. അതായത് ഇന്നലെ ഒരു മാഡം പറഞ്ഞു, ഈ കേസിൽ തന്നെ പറഞ്ഞു, നിങ്ങളെന്താ മറ്റുള്ള ആൾക്കാർക്കെതിരെ കേസ്, മറ്റുള്ള ഭാഗങ്ങൾ സ്പീഡിൽ പോകില്ലെന്ന്. ഇതേമാതിരി കോടതിയിലൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. ഇവര് മറ്റുള്ള ആൾക്കാർ ഒരു കൊലക്കുറ്റത്തിന്റെ പ്രതി എന്നിട്ട് പറയാ, ഞാനല്ലോ അതുമാതിരി ഇഷ്ടം പോലെ കൊലക്കേസിലെ പ്രതികളുണ്ടല്ലോ, അവർക്കെതിരെ നിങ്ങൾ കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിലെടുത്ത് പോയിട്ട് കോടതിയിലൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ അറിയാം വിവരം എന്താണെന്ന്. ഇവര് പോലീസിനെ മാത്രം കുറ്റം പറയാം. ഞാൻ 90 ഇത് കഴിഞ്ഞാ ഇന്ന വരെ ഒരാളോടും ഒരു മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഉപയോഗിക്കേണ്ട വന്നിട്ടുമില്ല. കേരള പോലീസിലെ ഭൂരിപക്ഷം പേരും അത്തരക്കാരാണ്. വളരെ മാന്യമായി ഇടപെടുന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം മാതൃകയാണ്. പക്ഷേ അപ്പോഴും ചിലർ പുഴുക്കുത്തുകളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിന് ഇത്തരത്തിൽ ചില നാണക്കേടുകൾ പൊതുസമൂഹത്തിൽ ആകെ അപമാനം ഉണ്ടാകുന്നതും. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോഴിക്കോട് നിന്നുള്ള ബാബു ആണ്. ബാബു, ഈ ചർച്ച കേട്ട് കാണുമല്ലോ, എന്താണ് ബാബുവിന് പറയാനുള്ളത്? സാറേ, പ്രശ്നം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഒന്നാണ്, സാധാരണ ജനങ്ങൾ ഒറ്റപ്പെട്ടു. അതാണ് ഇതിന്റെ ശരിക്കുള്ളൊരു ഇത്. ഉദ്യോഗസ്ഥന്മാര് ഇന്നിപ്പോ ഉദ്യോഗസ്ഥന്മാരെല്ലാം പണിക്കെടുക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കഴിവുകൊണ്ടാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെ രാഷ്ട്രീയത്തിലൊന്നും അറിയാത്ത ആളാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ബാബ ഖാനാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലെ നിലപാട്? പറയൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ അരീക്കൽ നടന്ന അപകടത്തിൽ പോലും വിളിച്ചിട്ട് പോലീസുകാർ ഫോൺ മറച്ചു വെച്ചും മിണ്ടാതിരുന്നു. കേരളത്തിൽ ബഹുഭൂരിപക്ഷം പോലീസുകാരും ഈ ജനങ്ങളോടുള്ള സേവന മനസ്ഥിതിയുള്ളവരല്ല. തമിഴ്നാട്ടിൽ പോയാൽ പോലീസുകാരൻ നാട്ടുകാർ സാറേന്ന് വിളിക്കും, ഇവിടെ വന്നാൽ സാറേന്ന് വിളിച്ചില്ലെങ്കിൽ തായോളി എന്ന് വിളിക്കും. അതാ അവസ്ഥ. കൂടിയുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള ബാബു ആണ്. ബാബു, ഈ ചർച്ച കേട്ട് കാണുമല്ലോ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ പറയുന്നത് കേട്ടപ്പോ തോന്നി ഇത് ഈ പോലീസുകാർ കേരളത്തിൽ മാത്രമേ ഇത് നടത്തുന്നുള്ളൂ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയല്ല തുടക്കം മുതൽ ചർച്ചയിൽ ആരും പറഞ്ഞത്. അല്ല, 4 മാസം മുമ്പ് UP-യിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ 6 പോലീസുകാർ കൂടി അടിച്ചു കൊന്നു. അങ്ങനെ UP എന്തിനും നമ്മളെക്കാൾ മോശക്കാരായ സംസ്ഥാനക്കാർ, നമ്മളെക്കാൾ മോശം രീതിയിൽ ഇടപെടുന്ന സംസ്ഥാനങ്ങൾ പലതുണ്ട്. ഒരു മിനിറ്റ് സാറൊന്ന് കേക്ക്. ഈ 4 ദിവസം മുമ്പാണ് കൃഷിക്കാരെ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കോട്ട് ഹരിയാന പോലീസ് കയറി ഒരു ആവശ്യമില്ലാതെ അടി നടത്തി ആൾക്കാരുടെ തലയെല്ലാം പൊട്ടിച്ച് കാലും കൈയും ഒക്കെ പൊട്ടിച്ച് നമ്മൾ കണ്ടതാണ്.
അതുപോലെ തന്നെ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിൽ ആങ്ങളെ പെങ്ങളെ തുണി ബന്ധമില്ലാതെ ലോക്കപ്പിലിട്ട് അടച്ചു പോലീസുകാർ. തുണി മുഴുവൻ ഊരിച്ചു. മറ്റുള്ളവർ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ കേരള പോലീസിന്റെ വൃത്തികേടുകൾ നമ്മൾ അംഗീകരിക്കണം എന്നാണോ? പലരും പറയുന്നത് കേട്ടപ്പോൾ തോന്നി പിണറായി വിജയന്റെ പോലീസുകാർ പിണറായി വിജയൻ പറഞ്ഞ് ജയിപ്പിക്കുന്നതാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില 1,55,000 പോലീസുകാരുണ്ട് സാറേ. അതിനകത്ത് പിന്നെ ഒരു 2% ആൾക്കാരാണ് മോശം. അവര് മോശമായോണ്ട് മുഴുവൻ പോലീസുകാരും ഇത് തന്നെയാണ്. ഒരിക്കലുമില്ല മുഴുവൻ പോലീസുകാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കേരള പോലീസ് മാതൃകയായ പോലീസ് തന്നെയാണ്. പക്ഷേ ആ പോലീസിൽ ഇപ്പോഴും പുഴുക്കത്തുകളുണ്ട് എന്നുള്ളതാണ് വിഷയം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഈ ചർച്ച കേട്ട് കാണുമല്ലോ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷ് പറയൂ. പറയാം സാറേ. സാറിന്റെ ഒരു വാക്ക് കട എടുക്കുകയാണ്. അതായത് സാർ പറഞ്ഞാൽ പുഴുക്കത്തുകൾ പലതുണ്ടല്ലോ, അതിലെ എല്ലാ പുഴുക്കത്തുകളും ഇങ്ങനെ അല്ലെന്ന് പറയുന്നുണ്ടല്ലോ. പറയൂ സന്തോഷ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പോലീസുകാരെ ഈ പുള്ളിക്കാരനെ ഈ ആഭ്യന്തരമന്ത്രി ഒരു ശിക്ഷ ഒന്നും കൊടുക്കുന്നില്ല, അവരെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് പ്രയോജനം കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവർ തെറ്റിലേക്ക് ആവർത്തിക്കുന്നത്. ശക്തമായ ശിക്ഷാ നടപടികൾ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടായാൽ ഇതിനെ തിരുത്താൻ കഴിയും എന്നുള്ള അഭിപ്രായമാണ് അല്ലേ? കൊടുക്കുന്നില്ല സാറേ, ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. അപ്പൊ അവർക്ക് അതൊരു പ്രചോദനമായിട്ട് വരും. പിന്നെ അവർ ആ തെറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്. നമ്മൾ തന്നെയാണേലും അവരാണേലും വേറൊരു വ്യക്തിയാണേലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ശരി, പോലീസ് സേനയിലെ ഈ കുഴപ്പങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ അത് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനമാണ് ഇടുക്കിയിൽ നിന്നുള്ള സന്തോഷിൻ്റേത്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. എറണാകുളത്തു നിന്നുള്ള ആദർശാണ്. ആദർശിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. പറയൂ. ഇതിൽ പറയുന്നത് കുട്ടിയെ പൂട്ടിയിട്ടു എന്നുള്ളതല്ലേ? പോലീസ് കുട്ടിയെ പൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് കാണുന്നില്ല. ആ ഡോർ തുറന്നിരിക്കുകയായിരുന്നോ അതോ അതും പൂട്ടിയിട്ടിരിക്കുകയാണോ? കാരണം ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. കാറ് പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കാറിന്റെ താക്കോലെടുത്ത് ഡോർ അടച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ കാറുകളാണെങ്കിൽ ഈ കാർ എങ്ങനെയാണ് അടഞ്ഞത് എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായും പുതിയ കാറുകളാണെങ്കിൽ ആ കാർ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ കാണിക്കുന്ന വിഷ്വൽ കണ്ടാലും അറിയാം, ബാക്കിലത്തെ ഡോർ തുറന്നിരിക്കുകയാണ്. അതായത് അമ്മ ഒരാളെടുത്ത വീഡിയോ ആണിത്. ഡോർ തുറന്നെടുത്തല്ല, പുറത്തുനിന്ന് ഒരാളെടുത്ത വീഡിയോ ആണത്. ഏതായാലും കുട്ടിയെ ചേർത്ത് എടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ കണ്ടതായിരുന്നു. അതിനകത്തും ചിലപ്പോഴായിരിക്കാം ബാക്ക് ഡോർ തുറന്നായിരിക്കും. പക്ഷെ ഇത് നമ്മുടെ ചോദ്യം അതല്ല, ബാക്ക് ഡോർ തുറന്നോ അടച്ചോ എന്നുള്ളതല്ല. ഒരു കുട്ടി മാത്രം ഇരിക്കുന്ന ഒരു കാറ്, ആ കാറിൽ ആ കുട്ടി നിലവിളിക്കുന്നതടക്കം നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസുകാരന് ചെയ്യാൻ കഴിയുന്നതാണ്. അയാൾ വേറെ വലിയ കുറ്റം ചെയ്യുന്ന ആളല്ല. അയാൾ ആകെ ചെയ്തത് ഓവർ സ്പീഡിൽ വന്നു, അതിന് പിഴ അടയ്ക്കാൻ പറഞ്ഞു. അത് കോടതിയിലടക്കം അടയ്ക്കാൻ അവസരമുള്ളതാണ്. അയാളോട് മാന്യമായി പെരുമാറേണ്ട ഉത്തരവാദിത്തം, അയാളുടെ കാറിന്റെ താക്കോൽ എടുക്കാനുള്ള അധികാരം പോലീസിനില്ല. അത് ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും. എനിക്ക് അത് മുഴുവനായിട്ടുമുള്ള പോലീസിന്റെ വേർഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അതിനോട് പ്രതികരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും നമ്മള് ഈ പോലീസിന്റെ ഒരുപാട് മോശം പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെയും അച്ഛനെയും പിങ്ക് പോലീസ് ഉപദ്രവിച്ച രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എല്ലാ പോലീസുകാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് എല്ലാ പോലീസുകാരും മോശക്കാരല്ല എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. പുഴുക്കുത്ത് എന്നുള്ള വാചകം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഭൂരിപക്ഷം പേരും നല്ല ആൾക്കാർ തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫാണ്. ജോസഫിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പണ്ട് കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം കാര്യമായിട്ടാത്ത ആൾക്കാർ പോലീസിലുണ്ടായിരുന്നത്. ഇന്നല്ല അഭ്യസ്തവിദ്യ ആൾക്കാരുണ്ട്. എങ്കിലും കുറെ പേര് പച്ചത്തെറിയും തല്ലും കൈമുതലാക്കിയവരുണ്ട്. കായക്കൊലൊക്കെ എത്തിയാൽ അവരെ അടിച്ചു പൊളിക്കുകയും ചെയ്യും. കൊല നടത്തിയാൽ മേല് തൊടില്ല. പിന്നെ വേറെ കാര്യം പറയുമ്പോൾ എല്ലാവരും പിണറായി വിജയനും മറ്റേ ആഭ്യന്തരമന്ത്രിനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ കോൺഗ്രസിന്റെ വലിയ നേതാവ് വനിതാ നേതാവ് വന്നിട്ട് ശ്രീകുമാരെ ധാർമ്മിക രോഷം കൊണ്ട് പിണറായിക്ക് തെളിവ് പറഞ്ഞ അവസാനം ഈ സ്ത്രീ തന്നെ പ്രതിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വരികയും ചെയ്തു. അപ്പൊ ആരും ഉന്നതന്മാരില്ലാന്ന് പറയണം. ശരി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായമാണ് തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫിന്റേത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? സാർ, എനിക്ക് പറയാനുള്ളത് ഈ നിങ്ങളെ പോലെയുള്ള ന്യൂസ് 18 ചാനലാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നത്. വേറെ ഒരു ചാനൽ കാണിക്കാറില്ല. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ SI പൂട്ടിയിട്ട് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ആ കുട്ടി പിറകെ കരഞ്ഞിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. ആ കുട്ടി ബാക്കിൽ നിന്ന് കരഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ പൂട്ടി താക്കോൽ വെച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഒരു പോലീസുകാരന്റെ മര്യാദ.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ പൊതുവേദി പോലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്കടക്കം പ്രതികരിക്കാൻ കഴിയുന്ന ഇത്തരം പരിപാടികൾ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നതും. ഇത്തരം വിഷയങ്ങൾ തന്നെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അത്തരം ഒരു തോന്നലുണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നതും. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിക്കണം സാർ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കുട്ടിയെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അല്ല ബോർഡർ കറുത്ത ഇത് SI ആണെന്ന് തോന്നുന്നു. ശരി, എന്തായാലും ഭൂരിഭാഗം പ്രേക്ഷകരും ഒരേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. നമ്മുടെ പോലീസ് സേന ഇനിയും മാറേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും പുതിയ കാലത്തിനൊത്ത് മാറിയവരുമാണ് കേരള പോലീസിലെ ഭൂരിപക്ഷവും. ജനസൗഹൃദത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ പോലും മാതൃകയുമാണ് നമ്മുടെ പോലീസ്. പക്ഷേ അപ്പോഴും മാറാതെ ചില കളകൾ നിൽപ്പുണ്ട്. ഈ കൊളോണിയൽ കാല കളകളെ പൂർണ്ണമായും പിഴുതുകളയാൻ നമുക്കാവണം. എങ്കിൽ കേരള പോലീസിനും നാടിനും നാണക്കേടായി അവ ഇനിയും വളരും. ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം മറ്റു വിഷയമായി.